വെൽക്കം. ഇപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 വെക്റ്റർ ഓൾജിബ്ര. ഓക്കെ, ഇതിൽ നിങ്ങളുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഒരു ഏരിയ എന്നാണ്, സെക്ഷൻ എന്നാണ്. ചെറിയൊരു കുറച്ച് ഫോർമുലാസ് ആണ് ഉള്ളത്, എങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടുതലും ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ആദ്യം നമുക്കൊരു ഇൻട്രഡക്ഷൻ ഒക്കെ കൊടുത്ത ശേഷം നമുക്ക് വേഗം ക്വസ്റ്റ്യൻ പേപ്പേഴ്സത്തെ പ്രോബ്ലംസ് എടുത്തിട്ട് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, ഇപ്പോൾ വെക്റ്റർ ഓൾജിബ്ര. വെക്റ്റർ എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ഇങ്ങനെ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് നമ്മൾ കണ്ടിരിക്കുന്നത് ഫിസിക്സിലാണ് അല്ലേ? ഫിസിക്സിൽ വെക്റ്റർ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, വെക്റ്റർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷനും ഉണ്ടാവും, മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും. ഇതൊന്നും എക്സാമിന് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അതായത് ഫോഴ്സ് എടുക്കുക, കമ്പയർ ചെയ്യാം. ഫോഴ്സ് എടുക്കാം, വെയിറ്റ് എടുക്കാം. ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്. അത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കില്ലേ, നമ്മൾ ഒരു സൈഡിലേക്കല്ലേ ഫോഴ്സ് ഒക്കെ വരിക, ഒരു ഡയറക്ഷൻ ഉണ്ട് അതിന്. അപ്പോൾ അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ്. പക്ഷെ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര കിലോ ഇന്ന ഡയറക്ഷനിലേക്ക് എന്നൊന്നുമില്ല. വെയിറ്റ് എന്ന് പറയുമ്പോൾ അല്ലേ, ഇത്ര വെയിറ്റ്. അപ്പോൾ അതിൽ മാഗ്നിറ്റ്യൂഡ്, വെയിറ്റിന് അതാണ് മാഗ്നിറ്റ്യൂഡ്, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ മാഗ്നിറ്റ്യൂഡ് 5, ഡയറക്ഷൻ ഉണ്ട്, ഇൻ റൈറ്റ് ഒരു പോസിറ്റീവ് ഡയറക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ, അങ്ങനെ ഒരു ഡയറക്ഷനും കൂടി ഉണ്ട്. അതാണ് ഫോഴ്സ്. അപ്പോൾ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി. ഇപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി അതാണ്. ഓക്കെ, ഇനി മാത്തമാറ്റിക്സിൽ നമ്മൾ വെക്റ്ററിനെ ലൈൻ സെഗ്മെൻ്റ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലൈനിന് 2 എൻഡും പറയാൻ പറ്റും. അപ്പോൾ ഞാൻ എ ബി എന്ന് വിളിക്കുന്നു. ഓക്കെ, വെക്റ്ററിനെ നമുക്ക് ലൈൻ സെഗ്മെൻ്റ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. വെക്റ്ററിന് ഡയറക്ഷൻ ഉണ്ട്, അപ്പോൾ അത് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഫുൾ ലെങ്ത്തിന് നമ്മളിങ്ങനെ എ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാമല്ലോ. അതിന് ഇപ്പോൾ എൻ പോയിൻറ്റ്സിന് എ ബി എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെക്റ്റർ എ ബി ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ഡയറക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് നൊട്ടേഷൻ കൊടുക്കാം. ഇനി ലൈൻ സെഗ്മെൻ്റ് ആണ് പറഞ്ഞു അല്ലേ? ഈ ലൈൻ സെഗ്മെൻറ്റ് നമുക്ക് 2 ഡയമെൻഷനിലാവാം, 3 ഡയമെൻഷനിലാവാം. 2 ഡയമെൻഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലെയിൻ, സാധാ XY പ്ലെയിൻ എടുക്കും. XY പ്ലെയിനിൽ എടുത്തു കഴിഞ്ഞാൽ 2 പോയിൻ്റ് എടുക്കുമ്പോൾ അവരെങ്ങനെ ഉണ്ടാവുക? X1 Y1, ഇതിന് X2 Y2, ഇങ്ങനെ 2 പോയിൻ്റല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇവരെ ജോയിൻ ചെയ്യുന്ന വെക്റ്റർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ഇവരുടെ ഡിഫറൻസ് എടുക്കണം. ഏതെങ്കിലും ഒന്ന് ഫസ്റ്റ് പോയിന്റ് എടുക്കണം, ഒന്ന് രണ്ടാമത് സെക്കൻഡ് പോയിന്റ് എടുക്കണം. ഓക്കെ, ഞാൻ ഫസ്റ്റ് പോയിന്റിന് X1 Y1 എന്ന് വിളിക്കുന്നുണ്ട്, രണ്ടാമത്തെ പോയിന്റിന് X2 Y2 എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന വെക്റ്റർ, ഓക്കെ, എ ബി എന്ന വെക്റ്റർ എന്ന് പറയുന്നത് X2 മൈനസ് X1 I ക്യാപ്പ്, ഇതിനാണ് വിളിക്കുക I ക്യാപ്പ്. ഓക്കെ, അതെന്താന്ന് പറഞ്ഞുതരാം. പ്ലസ് Y2 മൈനസ് Y1 J ക്യാപ്പ്. ഇതാണ് നിങ്ങളുടെ വെക്റ്റർ. വെക്റ്റർ എന്താണ്? 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഫസ്റ്റ് പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ പോയിന്റ്. ഓക്കെ, ആദ്യത്തെ ഇനീഷ്യൽ പോയിന്റ്. ഓക്കെ, മറ്റേ പോയിന്റിന് നമ്മൾ ടെർമിനൽ പോയിന്റ്. ഈ ടേംസ് ഒന്നും നിർബന്ധമില്ല, പക്ഷെ അറിഞ്ഞിരിക്കുക. നമുക്കിവിടെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആ വെക്റ്റർ കാണാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്താൽ മതി? അവസാനത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ഏത്, സെക്കൻഡ് പോയിന്റ് എന്ന് മനസ്സിലാക്കുക. സെക്കൻഡ് പോയിന്റിൻ്റെ എക്സും ഫസ്റ്റ് പോയിന്റ് എക്സും തമ്മിൽ കുറയ്ക്കുക, I ക്യാപ്പ് എന്നിടുക, പ്ലസ് വൈകൾ അതേപോലെ. ഓക്കെ, ഈ I ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്റ്ററാണ്. ഓക്കെ,
എക്സിൻ്റെ ഡയറക്ഷനിലേക്ക് എത്ര സഞ്ചരിച്ചു. ഇതിപ്പം x2 - x1 എന്ന് പറയുന്നത് ഒരു നമ്പർ ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ 4 ആണ് വെക്കുക, ഇവിടെ 3 ആണെന്ന് വെക്കുക. അപ്പോൾ ഈ എ ബി എന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ എക്സ് ഡയറക്ഷനിലേക്ക് 4 യൂണിറ്റ് പോയിട്ടുണ്ട്, വൈൻ്റെ ഡയറക്ഷനിലേക്ക് 3 യൂണിറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഐ എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടർ, ജെ എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടർ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഡയമെൻഷനിൽ മനസ്സിലായി. ഇനി ഇത് സ്പേസ് ആയിക്കോട്ടെ, നമ്മൾ പ്ലെയിനിൽ തന്നെ വേണമെന്നൊന്നുമില്ല. എക്സ്, വൈ, സെഡ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് ആവാം എ ബി എന്ന് പറയുന്നത്. ഇത് സ്പേസ് ആണ്, 3 ഡയമെൻഷനിൽ. അപ്പോൾ എത്ര ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ x1 y1 z1 ഇങ്ങനെ 3 പോയിന്റ്സ് ഉണ്ടാവും. അടുത്തത് x2 y2 z2. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഐ എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടറാണ്. ജെ എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നിറ്റ്യൂഡ് 1 കേട്ടോ. ഇനി കെ ക്യാപ്പ് എന്ന് പറയുന്നത് സെഡ് ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടറാണ്. ഇതൊന്നും നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഐ ജെ കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇനീഷ്യൽ പോയിന്റ് എന്താ, ടെർമിനൽ പോയിന്റ് എന്താന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വെക്ടർ കണ്ടുപിടിക്കുക. ഇവിടെ എന്തായിരിക്കും, x2 - x1 എക്സ് ഡയറക്ഷനിലല്ലേ, അപ്പോൾ ഐ ക്യാപ്പ് പ്ലസ് y2 - y1 ജെ ക്യാപ്പ് പ്ലസ് z2 - z1 കെ ക്യാപ്പ്. ഇതായിരിക്കും നമ്മുടെ വെക്ടർ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിന്റ് തരാം. ഓക്കെ, 3 ഡയമെൻഷനിൽ തന്നെ തരാം. 2 ഡയമെൻഷനിൽ അപ്പോൾ അണ്ടർസ്റ്റുഡ് ആണല്ലോ. 2 3 1 4 5 6 എ ബി വെക്ടർ കാണണം. ഓക്കെ, അപ്പോൾ 4 - 2 അല്ലേ, 4 - 2 എത്രയാ, 2 ഐ ഇടുക. ഇനി 5 - 3 എത്രയാ, അതും 2 ആണ്, അപ്പോൾ ജെ ഇടുക. 6 - 1 എത്രയാ, 5 കെ ക്യാപ്പ് ഇടുക. ഇതാണ് നിങ്ങളുടെ വെക്ടർ. ഓക്കെ, അപ്പോൾ വെക്ടർ യൂണിറ്റ് വെക്ടർ അല്ല, ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്ടർ കാണാൻ പഠിച്ചു. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടോ നോക്കാം. ഓക്കെ, അതിൻ്റെ പിന്നെ മാഗ്നിറ്റ്യൂഡ് എന്താന്ന് പറഞ്ഞുതരാം. അപ്പോൾ എ ബി എന്ന വെക്ടർ ഉണ്ട്. ഓക്കെ, എ ബി എന്ന വെക്ടർ തൽക്കാലം എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണെന്ന് വയ്ക്കും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ വെക്ടർ. വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട് അല്ലേ. മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, ഈ മോഡുലസിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഒരു വരയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ മാഗ്നിറ്റ്യൂഡ് എന്ന് മാത്രമല്ല മോഡുലസ് എന്നും കൂടി പറയാം. മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ്, ഇത് രണ്ടും ഒരേ സാധനമാണ്. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കേണ്ട ഇത്രയേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഓരോന്നിൻ്റെയും സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് സമ്മാണ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, ഇതാണ് ആൻസർ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ നമ്പർ ചിലപ്പോൾ അതിപ്പോൾ -1i പ്ലസ് 2j മൈനസ് കെ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ മോഡുലസ് ഇടുമ്പോൾ ഐയും ജെയും കെയും ഒന്നും ഇതിലേക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരികയോ വേണ്ട. ഒന്ന്, പിന്നെ ഈ നെഗറ്റീവ് ഒന്നും നമ്മൾ നോക്കണ്ട, കാരണം സ്ക്വയർ ചെയ്യുമ്പോൾ ഒക്കെ പോസിറ്റീവ് ആവും. അപ്പോൾ -1ൻ്റെ സ്ക്വയർ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഇനി അത് തെറ്റെന്ന് നിങ്ങൾക്ക് ഉറപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൈനസ് എടുക്കണ്ട, ഒഴിവാക്കിയിട്ട് എല്ലാത്തിൻ്റെയും സ്ക്വയർ ചെയ്യുക. ഓക്കെ, കാരണം മൈനസ് എടുത്താലും അത് സ്ക്വയർ ആവും. ഓക്കെ, അപ്പോൾ ഈ -1 2k എന്ന് -1 മൈനസ് കെ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ -1 ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ മൈനസ് കെയിൻ്റെ കൂടെയുള്ള നമ്പർ -ഉം ഉണ്ട് 1ഉം ഉണ്ട്. അത് അണ്ടർസ്റ്റുഡ് ആയിരിക്കണം.
അപ്പോൾ മൈനസ് പ്രശ്നം വരും തോന്നുന്നുണ്ടെങ്കിൽ മൈനസ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ഓരോ നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ സം എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ എന്ത് വരും? ഇത് 1 ആയി, ഇത് 1 ആയി, ഇത് 4 ആയി. ഇപ്പോൾ 1 + 4 + 1 6 √6. ഇതാണ് ഈ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. പക്കയല്ലേ? അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ബാക്ക് എടുക്കുക, റീകാണ്. ഓക്കെ ഓക്കെ ഇനി യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗിവൺ വെക്ടർ. അതിന് ഏന്ന് വിളിക്കാം, തന്നിരിക്കുന്ന വെക്ടർ. അതായത് ഒരു വെക്ടർ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അതിന് ഞാൻ ജനറലായിട്ട് തന്നെ എടുക്കുന്നു. എക്സ് വൈ കെ, സോറി സെഡ് കെ കെ. ഇതിൻ്റെ ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടറിനെ, യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഈ വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്താണ്? ആ വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? റൂട്ട് ഓഫ് ഓരോന്നിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ സമ്മ്. ശ്രദ്ധിക്കുക, ഐയും ജെയും കെയും എടുക്കുക വേണ്ട, അതിൻ്റെ കൂടെയുള്ള നമ്പർ എക്സ്, ഇവിടെ ജെ, വൈ, ഇവിടെ സെഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇതാണ് സമ്മ് മാഗ്നിറ്റ്യൂഡ് വരുന്നത് അല്ലേ. അപ്പോൾ എക്സ് വൈ സെഡ് ബൈ റൂട്ട് ഓഫ് ആ മാഗ്നിറ്റ്യൂഡ് സാധനം ഇത് x² + y² + z². ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒറ്റ പ്രോബ്ലം. എ എന്ന് പറയുന്ന വെക്ടർ i + j - k ആണ്. ഓക്കെ, യൂണിറ്റ് വെക്ടർ കാണണം, ഈ എന്റെ ഡയറക്ഷൻ. എന്ത് ചെയ്യും? ആദ്യം മാഗ്നിറ്റ്യൂഡ് കാണാം അല്ലേ. മാഗ്നിറ്റ്യൂഡ്, എന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഐയും ജെയും കെയും അല്ല വരേണ്ടത്, 1i. ഐ എന്ന് പറഞ്ഞാൽ 1i അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് എത്രയാ? 1 ഉണ്ട് ശരിക്കും, നമ്മൾ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ 1ന്റെ സ്ക്വയർ പ്ലസ് ജെ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ കൂടെയും 1 ഉണ്ട്, ഒരു ജെ അല്ലേ. അപ്പോൾ 1². ഇവിടെ മൈനസും ഉണ്ട്, കെ മാത്രമേ ഉള്ളൂ, അപ്പോൾ കെൻ്റെ കൂടെയും 1 ഉണ്ട്, അപ്പോൾ -1 ആണ്. അപ്പോൾ നിങ്ങൾക്കത് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? +1 തന്നെ എടുത്താൽ മതി, 1ന്റെ സ്ക്വയർ. അപ്പോൾ അത് √3 എന്ന് വരും. അപ്പോൾ നിങ്ങളുടെ യൂണിറ്റ് വെക്ടർ എന്ത് കിട്ടും? എ ബൈ മോഡുലസ് അല്ലേ. അപ്പോൾ i + j - k ബൈ √3. ഇതാണ് ആൻസർ. സിമ്പിളാണ്. 3 മാർക്കിന് 1 മാർക്കിന് ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്ന് എടുക്കാം, എന്നിട്ട് അതിന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു ബേസിക് കൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ 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 അപ്പോൾ നമുക്കത് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ദ വെക്ടർ പി ക്യൂ വെക്ടർ കാണണം. പി എന്ന പോയിന്റ് തന്നിട്ടുണ്ട് 1 2 3. ക്യൂ എന്ന പോയിന്റ് തന്നിട്ടുണ്ട് 3 5 6. ഓക്കെ, അപ്പോൾ പി ക്യൂ കാണണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് ഇനീഷ്യൽ, ഇത് ടെർമിനൽ. അപ്പോൾ 3 - 1 i, 5 - 2 അല്ലേ, 5 - 2 j പ്ലസ് 6 - 3 k. 3 - 1 എന്ന് പറഞ്ഞാൽ 2, 5 - 2 എന്ന് പറഞ്ഞാൽ 3, 6 - 3 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ഇതാണ് ആൻസർ. കണ്ടുപിടിച്ചു. സിമ്പിൾ അല്ലേ. അടുത്തത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് വെക്ടർ എ. എ വെക്ടറിൻ്റെ ലെങ്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്.
ലെങ്ത് എന്ന് പറഞ്ഞാലും മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് കേട്ടോ, അത് വിട്ടുപോയതാണ്. ലെങ്ത് എന്ന് പറഞ്ഞാലും മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, റൂട്ട് ഓഫ് ഓരോന്നിൻ്റെയും സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് മൈനസ് 3ൻ്റെ സ്ക്വയർ ആണ്. നിങ്ങൾക്ക് മൈനസ് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ 3ൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. പിന്നെ കെ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു കെ 1k ആണ്. അപ്പോൾ 1 സ്ക്വയർ, അത് എത്ര വരും, 4 പ്ലസ് 9 പ്ലസ് 1 14 എന്ന് വരും. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് നോക്കട്ടെ കേട്ടോ, അടുത്തത് ക്വസ്റ്റ്യൻസ് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്തത് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒരുമിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു വെക്റ്റർ എ ആൻഡ് ബി. രണ്ട് വെക്റ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് വെക്റ്റർ തന്നിട്ടുണ്ട്, അവരുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ക്രോസ് ബി ആണ്. ഓക്കെ, പറഞ്ഞുതരാം. എയും ബിയും നോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ആണ്. ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാം, ഇതിനെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുക. രണ്ട് വെക്റ്ററിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് ഇത്, ക്രോസ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിറ്റർമിനൻ്റ് ആണ്, ക്രോസ് പ്രൊഡക്റ്റ് വന്നാൽ ഡിറ്റർമിനൻ്റ് ആണ്. അതിൽ ആദ്യം ഐ, ഫസ്റ്റ് റോ പറഞ്ഞാൽ ഐ ജെ കെ എന്ന് ഇടുക. ഓക്കെ, രണ്ടാമത്തെ റോയിൽ ഫില്ല് ചെയ്യേണ്ടത് എയിൻ്റെ കമ്പോണൻസ് ആണ്. എയിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ എന്തൊക്കെയാ, എ എന്ന് പറഞ്ഞാൽ എന്താ, 2i പ്ലസ് 3j പ്ലസ് 4k ആണ്. ഓക്കെ, 2i പ്ലസ് 3j പ്ലസ് 4k ആണ്. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, 2 3 4. ഇനി ബിൻ്റെ എന്താ, രണ്ടാമത്തത് ബിൻ്റെ എന്താ, ഐ പ്ലസ് ജെ പ്ലസ് കെ എന്നാണ്. അപ്പോൾ ഐ ജെ കെ നമ്പേഴ്സ് കാണാനില്ല അല്ലേ, അപ്പോൾ 1i 1j 1k എന്നാണ് അർത്ഥം. അപ്പോൾ 1 1 1. ഇനി 3/3 ഡിറ്റർമിനൻ്റ് കാണാൻ അറിയില്ലേ, എങ്ങനെയായിരുന്നു, ഫസ്റ്റ് റോ എടുക്കുക, ഐ നിടുക അല്ലേ, ഇത് ഈ ഐ ഫസ്റ്റ് റോത്ത് ഫസ്റ്റ് എലമെൻറ്റ്സ് ഒരു ഡിറ്റർമിനൻ്റ്, ജെ എടുക്കുന്നു ഒരു ഡിറ്റർമിനൻ്റ്, അടുത്ത ഈ നമ്പർ എടുക്കുന്നു അതിൻ്റെ ഡിറ്റർമിനൻ്റ്, എന്നിട്ട് പ്ലസ് മൈനസ് പ്ലസ്, ഈ ഉള്ളിലായി പോയി അല്ലേ, ഇത് പ്ലസ് ഇവിടെ. ഇനി ഇവിടെ എന്താ വരിക, ഐൻ്റെ റോയും കോളവും ഒഴിവാക്കിയാൽ വരുന്നത് 3 4 1 1. ജെയിൻ്റെ റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ വരുന്നത് 2 4 1 1. കെയിൻ്റെ അതുപോലെ ഒഴിവാക്കി കഴിഞ്ഞാൽ വരുന്നത് 2 3 1 1. ഇത് മൊഡ്യൂൾ 1 കണ്ടു കഴിഞ്ഞിട്ട് കാണുക കേട്ടോ. ഓക്കെ, മൊഡ്യൂൾ 1 ഡിറ്റർമിനൻ്റ് കാണാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എങ്ങനെ ഡിറ്റർമിനൻ്റ് കാണാം, 3 × 1 3 മൈനസ് 1 × 4 4. എന്നിട്ട് ഈ ഐ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഐ മൈനസ് 2 × 1 2 മൈനസ് 1 × 4 4 ജെ, ഈ മൈനസ് ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്, പ്ലസ് 2 × 1 2 മൈനസ് 1 × 3 3 കെ. അപ്പോൾ 3 മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 1. അപ്പോൾ ഐ 2 മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 2. ആ മൈനസും ഈ മൈനസും കൂടി പ്ലസ് ആവും. 2 മൈനസ് 3 മൈനസ് 1. അപ്പോൾ അത് കെ മൈനസ് കെ എന്ന് എഴുതിയാൽ മതി. ഇതാണ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ വരുന്നത്, അതാണ് ഈ രണ്ട് വെക്ടറിനോട് പെർപെൻഡിക്കുലർ. ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് ആണ് 3/3. ഇതിൽ ഫസ്റ്റ് റോ ഐ ജെ കെ, സെക്കൻഡ് റോ എയിൻ്റെ ഫസ്റ്റ് വെക്ടറിൻ്റെ കമ്പോണൻസ്, തേർഡ് റോ സെക്കൻഡ് എലമെൻറ്റിൻ്റെ വെക്ടറിൻ്റെ കമ്പോണൻസ്. ക്ലിയർ, ക്രോസ് പ്രൊഡക്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
ഇനി അതിൻ്റെ ഓടൊപ്പം തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റുമാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ക്രോസ് പ്രൊഡക്റ്റ് ഇപ്പോൾ ക്ലിയർ ആയി. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് എ ഡോട്ട് ബി, എ വെക്ടർ ഡോട്ട് ബി വെക്ടർ. നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെക്ടറിൽ ഐ ജെ കെ ഉണ്ടാവും അല്ലേ? എന്നാൽ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐ ജെ കെ ഉണ്ടാവില്ല. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എ എന്ന് പറയുന്നത് ഇതായിരുന്നു അല്ലേ, എ ഈക്വൽ ടു 2i + 3j + 4k, ഇവിടെ ഐ ജെ കെ. അപ്പോൾ ആദ്യം ഐൻ്റെ കൂടെയുള്ള നമ്പേഴ്സ് രണ്ടെത്തി നോക്കുക, എന്താണ് 2ഉം ഇവിടെ 1ഉം. അപ്പോൾ 2 × 1 ഐൻ്റെ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ജെയിൻ്റെ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. ജെയിൻ്റെ കമ്പോണൻറ്റ് 3ഉം 1ഉം ആണ്, പ്ലസ് കെയിൻ്റെ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് 4ഉം 1ഉം. എത്ര ആൻസർ വരിക? ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. എത്ര വരിക? 5, 9. അപ്പോൾ ഇതാണ് ഡോട്ട് പ്രൊഡക്റ്റ്. ക്ലിയർ? ഡോട്ട് പ്രൊഡക്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് തന്നിരിക്കുന്ന ഈ രണ്ട് വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കാണണം. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് വെക്ടറിനെ എ എന്ന് വിളിക്കുന്നു, സെക്കൻഡ് വെക്ടറിനെ ബി എന്ന് വിളിക്കുന്നു. അപ്പോൾ എ ഡോട്ട് ബി കാണൂ. ഒന്ന് പോസ് ചെയ്ത് കണ്ടു നോക്കിയേ. ഓക്കെ, ചെയ്തു എന്ന് വിചാരിക്കണു. ഞാൻ ചെയ്യാം. അപ്പോൾ 6ഉം ഇവിടെ 2 ആണ് ഉള്ളത്, ഐൻ്റെ അല്ലേ കൂടെയുള്ള നമ്പേഴ്സ്. അപ്പോൾ 6 × 2 12, പ്ലസ് ജെയിൻ്റെ കൂടെയുള്ളത് എന്തൊക്കെയാ? 3 അല്ല, -3. -3ഉം 2ഉം, അപ്പോൾ -6, പ്ലസ് ഇവിടെ 2 ഉണ്ട്, ഇവിടെ -k എന്നാണ്. -k എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ളത് k എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 1 ഉണ്ട്, പിന്നെ ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് -1. അപ്പോൾ 2 × -1 -2. ഇതിൻ്റെ ആൻസർ കാൽക്കുലേറ്ററിൽ ചെയ്താലും മതി. 12 - 8 എന്ന് വരും, 4 എന്ന് വരും ആൻസർ. ഓക്കെ, അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ രണ്ട് വെക്ടർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതിൻ്റെ ഫോർമുല ഇതാണ്. കോസ് തീറ്റയാണ് ആംഗിൾ. ഓക്കെ, തീറ്റ എങ്കിൽ കോസ് ഇൻവേഴ്സ് ആ രണ്ട് വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ്, ഓക്കെ, ബൈ കോസ് ഇൻവേഴ്സ് ഓഫ് എൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് ഇൻറ്റു ബിൻ്റെ മോഡുലസ്. ഓക്കെ, ഇതാണ് ഫോർമുല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് എ ഡോട്ട് ബി കണ്ടുവച്ചു അല്ലേ? എ ഡോട്ട് ബി നമുക്ക് എത്ര കിട്ടിയ? 12 - 8 4 എന്ന് കിട്ടിയില്ലേ? ഇനി എന്താ കാണേണ്ടത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കാണണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കാണണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്താണ്? റൂട്ട് ഓഫ് ഓരോന്നിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം അല്ലേ? ഇവിടെ 6 മൈനസ് ഒഴിവാക്കിക്കോ, 3 2. അപ്പോൾ 6 സ്ക്വയർ 36, 3ൻ്റെ സ്ക്വയർ 9, 2ൻ്റെ സ്ക്വയർ 4. ഇതിപ്പോൾ എത്ര വരിക? ആഡ് ചെയ്ത 36 + 4 40 + 9 49, റൂട്ട് 49. റൂട്ട് 49 പറഞ്ഞാൽ 7 ആണ്. ഓക്കെ, ഇനി അടുത്തത് ബി ഇതല്ലേ? 2 സ്ക്വയർ 4, വീണ്ടും 2 സ്ക്വയർ 4. ഇനി മൈനസ് ഒഴിവാക്കിക്കോ, കൂടെ 1 അല്ലേ ഉള്ളത്? 1ൻ്റെ സ്ക്വയർ എത്രയാ? 1. അപ്പോൾ ഇത് 4 + 4 8 + 1 9. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ആംഗിൾ എത്രയാ? കോസ് ഇൻവേഴ്സ്, ഇവിടെ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്, ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ്. കോസ് ഇൻവേഴ്സ് 4 ബൈ ഒന്ന് 7ഉം ഒന്ന് 3ഉം അല്ലേ? അപ്പോൾ എത്രയായി? കോസ് ഇൻവേഴ്സ് 4/21. ഇതാണ് ആൻസർ. ആംഗിൾ ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് മനസ്സിലാക്കി, ഡോട്ട് പ്രോഡക്റ്റ് മനസ്സിലാക്കി. ഇത് എഴുതി വെക്കുക കേട്ടോ കൂടെ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഫോർമുല. തീറ്റ = കോസ് ഇൻവേഴ്സ്, ആ ഫോർമുലയും കിട്ടി. ഇത് 3 മാർക്കിന് ചോദിക്കാം.
7 മാർക്കിന് ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും ഇതൊക്കെ കൂടിയിട്ട് 7 മാർക്കിനും ചോദിക്കാം. ക്ലിയർ? ഇനി വർക്ക് ഡൺ, അത് നമുക്ക് അടുത്ത പേജ് എടുക്കാം. ഓക്കെ, വർക്ക് ഡൺ. വർക്ക് ഡൺ അതിൻ്റെ ഒപ്പം തന്നെ മൊമെൻറ്റ്. ഓക്കെ, ഇത് രണ്ടും ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് 7 മാർക്കിനാണ് ചോദിക്കുക, 7 മാർക്സ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും പഠിച്ചു വയ്ക്കുക. അതിൽ വർക്ക് ഡൺ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ വർക്ക് ഡണ്ടെ ഫോർമുല, വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതിന് ഞാൻ ഡി എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഫോഴ്സ് എന്ന വെക്ടർ ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. മൊമെൻറ്റിൻ്റെ ഫോർമുല ഞാൻ ഇപ്പോൾ തന്നെ എഴുതി വയ്ക്കാം. മൊമെൻറ്റ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒരു ആർ എന്ന വെക്ടർ കണ്ടുപിടിക്കണം, ക്രോസ് എഫ്. എഫ് എന്ന ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ആദ്യം ക്രോസ് പ്രൊഡക്റ്റ് കണ്ട ശേഷം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇത് രണ്ടും 7 മാർക്കിൻ്റെ ആണ്, ഓർ ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഡൺ എന്തായാലും പഠിച്ചു വയ്ക്കുക, മൊമെൻറ്റും അറിഞ്ഞിരിക്കുക. അപ്പോൾ വർക്ക് ഡണ്ടെ ചോദ്യത്തിൽ എപ്പോഴും ഫോഴ്സ് എന്തായാലും തന്നിട്ടുണ്ടാവും. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ചിലപ്പോൾ ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ രണ്ട് വെക്ടർ തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്താൽ മതി. ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാൻ പഠിച്ചു. ചിലപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവില്ല, പകരം എന്ത് തന്നിട്ടുണ്ടാവും, 2 പോയിന്റ് തന്നിട്ടുണ്ടാവും. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ്. അപ്പോൾ അവർ തമ്മിൽ കാണണം. ഓക്കെ, അതായത് ഇപ്പോൾ നോക്കിയേ, ഫൈൻഡ് ദ വർക്ക് ഡൺ. ഫോഴ്സ് തന്നിട്ടുണ്ട്, ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ വിച്ച് ഇസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം പോയിന്റ് വിത്ത് പൊസിഷൻ വെക്ടർ ഇത് ആൻഡ് വിത്ത് പൊസിഷൻ വെക്ടർ ത്രൂ. അതായത് നമുക്ക് സാധാരണ പോയിന്റിന് നമ്പർ അല്ലേ തരിക, 2, 3, 1 ട്രിപ്ലെറ്റ്സ് ആയിട്ടല്ലേ തരിക. അതിൻ്റെ പകരം ഇവിടെ തന്നിരിക്കുന്നത് ആ വെക്ടറിൻ്റെ പൊസിഷൻ വെക്ടറാണ്. ഓക്കെ, 2i പ്ലസ് ജെ പ്ലസ് കെ, ഇത് 3i പ്ലസ് 2j പ്ലസ് 4k. ഓക്കെ, വെക്ടറും പൊസിഷൻ വെക്ടറും എന്താ വ്യത്യാസം? വെക്ടർ എന്ന് പറഞ്ഞാൽ ലൈൻ സെഗ്മെന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഒരു കുത്തിനെ വെക്ടറായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് അത് പൊസിഷൻ വെക്ടർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ ഇങ്ങനെ തന്നെ കണ്ടാൽ മതി. 2 പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഞാൻ പേര് കൊടുക്കുന്നു എ ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഈ എ നിന്ന് ബിയിലേക്ക് ആക്കിയ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, നിങ്ങൾക്ക് എ എന്ന പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, ബി എന്ന പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഈ പാർട്ടിക്കിളിനെ എ നിന്ന് ബിയിലേക്ക് നീക്കി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് എ ബി എന്ന വെക്ടറാണ് നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, നമ്മൾ പൊസിഷൻ വെക്ടറിനെ ഡിനോട്ട് ചെയ്യുക, എയിൻ്റെ പൊസിഷൻ വെക്ടർ ഒ എ ആയിരിക്കും. ഓക്കെ, ബിൻ്റെ പൊസിഷൻ വെക്ടർ ഒ ബി ആയിരിക്കും. പൊസിഷൻ വെക്ടർ എപ്പോഴും ഇങ്ങനെ ഫസ്റ്റ് സാധനം ഒ ആയിരിക്കും. ഒ എന്ന് പറയുന്നത് 0, 0, 0 ഒറിജിനാണ്. ഓക്കെ, പൊസിഷൻ വെക്ടറിൻ്റെ ഫസ്റ്റ്. അപ്പോൾ ഇത് വരിക, എ ബി വെക്ടർ കാണാൻ നമ്മൾ പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ ചെയ്യണം. ഇത് നിങ്ങൾ എപ്പോഴും പഠിച്ചിരിക്കണം. ഓക്കെ, അതായത് 2 പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. ഓക്കെ, ഉണ്ടെങ്കിൽ ഈ വെക്ടർ എ ബി എന്ന വെക്ടറിനെ കാണണമെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് ഇവിടെ എ ബി, അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് പൊസിഷൻ വെക്ടർ ഓഫ് എ മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി അല്ല, ബിൻ്റെ ആണ് ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിൻ്റെ എടുക്കുക മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. ഓക്കെ,
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിതൊന്നും കൂടി എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഫോഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫോഴ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? I + 2j + k. ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. പകരം നമുക്ക് എ ബി എന്ന പോയിന്റിലേക്ക് ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തു. ഇതിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. OA തന്നിട്ടുണ്ട്. OA എന്ന് പറയുന്നത് 2i + j + k ഫസ്റ്റ് സാധനം. OB രണ്ടാമത്തതെന്ന് പറയുന്നത് 3i + 2j + 4k രണ്ടാമത്തെ സാധനം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇവിടെ എന്താണ്? AB ആണ് അല്ലേ? ഡിസ്പ്ലേസ്ഡ് ഫ്രം എ പോയിന്റ് വിത്ത് പൊസിഷൻ വെക്ടർ ഇത് ടു ദ പോയിന്റ് ഇത്. അപ്പോൾ എ എന്ന പോയിന്റ് നിന്ന് ബി എന്ന പോയിന്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. എയും ബിയും നമ്മൾ കൊടുത്ത പേരാണ്. നമുക്ക് CD എന്നോ എന്ത് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് AB ആണ്. അതെങ്ങനെ കാണാമെന്ന് ഞാൻ പറഞ്ഞ്, ABൻ്റെ കാണുമ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് B മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് A. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? മൈനസ് ചെയ്യാൻ അറിയോ? മൈനസ് ചെയ്യാൻ പഠിപ്പിച്ചില്ല അല്ലേ? ഞാൻ പഠിപ്പിക്കാം. എന്ത് ചെയ്താൽ മതി? ബീൻ്റെ എന്റെ കുറയ്ക്കുക അല്ലേ? അപ്പോൾ ഐകളുടെ നോക്കുക, നമ്പേഴ്സ് നോക്കുക. 3ഉം 2ഉം. അപ്പോൾ ബീൻ്റെ 3 ആണ്, എന്റെ 2 ആണ്. ബി എന്നല്ലേ എ കുറയ്ക്കേണ്ടത്? അപ്പോൾ 3ന്ന് 2 കുറയ്ക്കുക. എത്ര? 1. എന്നിട്ട് I ഇടുക. 1i. ഓക്കെ, പ്ലസ് ഇനി ജെൻ്റെ നോക്കണം. ജെൻ്റെ ഇവിടെ 2, ഇവിടെ 1. ഓക്കെ, ഒന്നുമില്ല വെച്ചാൽ 1 ആണ് അവിടെ. അപ്പോൾ ബീൻ്റെ 2ന്ന് 1 കുറയ്ക്കുക. 2ന്ന് 1 കുറച്ചാലും 1 ആണ്. അപ്പോൾ 1j. 1 ഇടണമെന്നില്ല കേട്ടോ, ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് കെകളുടെ കുറയ്ക്കണം. ബീൻ്റെ 4 ആണ്, എന്റെ 1 ആണ്. ഒന്നുമില്ലാത്തതുകൊണ്ട് 1 ആണ്. അപ്പോൾ 4ന്ന് 1 കുറച്ചാൽ 3. എന്നിട്ട് k ഇടുക. ഓക്കെ, ഐൻ്റെ കൂടുതൽ നമ്പേഴ്സ് കുറയ്ക്കുക, I ഇടുക. പ്ലസ് ജെൻ്റെ കമ്പോണൻസ് കൂടെയുള്ളത് കുറയ്ക്കുക, j ഇടുക. കെൻ്റെ കൂടെയുള്ളത് കുറയ്ക്കുക, k ഇടുക. ഓക്കെ, ആഡ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ. ഐൻ്റെ കൂടെയുള്ളത് ആഡ് ചെയ്യുക, പ്ലസ് ജെൻ്റെ കൂടെയുള്ളത് ആഡ് ചെയ്യുക, j ഇടുക. പ്ലസ് കെൻ്റെ കൂടെയുള്ളത് ആഡ് ചെയ്യുക, k ഇടുക. ഓക്കെ, അത് ചെയ്യണ്ടല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടി എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി, ഫോഴ്സും കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടി. ഇപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. കണ്ടോ, അത്ര സിമ്പിളാണ്. 7 മാർക്ക് കിട്ടും. ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഡോട്ട് ഇത് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക? ഐ കമ്പോണൻസ് ഉള്ള സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഐയും അല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ കൂടെയുള്ള നമ്പേഴ്സാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ എന്താ നമ്പേഴ്സ് ഉള്ളത്? ഇവിടെ ഐന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 1i. അപ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. 1 × 1 പ്ലസ് ഇവിടെ 2 ഉണ്ട്, ഇവിടെ j മാത്രമേ ഉള്ളൂ. അപ്പോൾ 1j എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ 2 × 1. ഇവിടെ k മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ ഇവിടെ 1k. അപ്പോൾ പ്ലസ് ഇവിടെ 1ഉം ഇവിടെ 3ഉം. 1 × 3 എത്രയാണ്? 1 + 2 + 3, അതായത് 6. ഇത് വർക്ക് ഡൺ അല്ലേ? അപ്പോൾ യൂണിറ്റ്സ് എഴുതണം കേട്ടോ, യൂണിറ്റ്സ്. ക്ലിയർ? ഈ 2 വെക്ടർ ആഡ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല വിചാരിക്കുന്നു കേട്ടോ. ഐ കമ്പോണൻസുകൾ ആഡ് ചെയ്യുക, I ഇടുക. ജെ കമ്പോണൻസുകൾ ആഡ് ചെയ്യുക, j ഇടുക. കെ കമ്പോണൻസിനെ ആഡ് ചെയ്യുക. ഓക്കെ, അത് ഞാനൊരു പ്രോബ്ലം തരാം. ഓക്കെ, അതായത് എ എന്ന വെക്ടർ 2i + 3j + 4k. ബി എന്ന വെക്ടർ -j + k. ആദ്യം 3a കാണണം, ഇതാണ് ക്വസ്റ്റ്യൻ. പിന്നെ a + b കാണണം. പിന്നെ 3a + b കാണണം. ഓക്കെ, 3 × വെക്ടർ a എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഇത് 1 മാർക്കിന് ചോദ്യം വരാം കേട്ടോ. ഇങ്ങനെ
അപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ അർത്ഥം എന്താ? 3 ഇൻറ്റു ഈ വെക്റ്റർ 2i പ്ലസ് 3j പ്ലസ് 4k. അപ്പോൾ എന്ത് ചെയ്യുക? 3 ഇതിനെയും എല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 2 6i, 3 ഇൻറ്റു 3 9j, 3 ഇൻറ്റു 4 12k. ഓക്കെ, ഇതാണ് 3a. ഇനി ഈ ബിയിൽ ഐ കമ്പോണൻ്റ് എവിടെ? ഐ എവിടെ? കാണാനില്ല അല്ലേ? അപ്പോൾ അവിടെ ഐ ഉണ്ട്. നമുക്ക് 0i എന്നിടാം, ഇതിൻ്റെ കൂടെ ചേർക്കാം. 0i എന്ന് ചേർത്താൽ സെയിം ആണ്. ഓക്കെ, ഇപ്പോൾ പേടിക്കണ്ട, ഐ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എ പ്ലസ് ബി ചെയ്യാൻ പറഞ്ഞെന്താ? എൻ്റെയും ബിൻ്റെയും ഐ കമ്പോണൻസ് ആഡ് ചെയ്യുക. ഇവിടെ 2ഉം ഇവിടെ 0 ആണ്. അപ്പോൾ 2 + 0 2 ഐ ഇടുക. പ്ലസ് ഇവിടെ 3 ആണ്, ഇവിടെ ജെ മാത്രമുള്ളൂ പറഞ്ഞാൽ ഇവിടെ 1 ഉണ്ട്, പിന്നെ മൈനസും ഉണ്ട്. അപ്പോൾ 3 + -1 2j. ഇനി ഇവിടെ 4 ഉണ്ട്, ഇവിടെ കെൻ്റെ കൂടെ 1 ഉണ്ടാവും അല്ലേ? അപ്പോൾ 5, 4 + 1 5k. ഇപ്പോൾ എ പ്ലസ് ബി ചെയ്തു. ഇനി വേണ്ടത് 3a + b ആണ്. 3a + b പറഞ്ഞാൽ ഇവിടെ 3a ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, ബി ഇവിടെ ഉണ്ട്. അപ്പോൾ ആഡ് ചെയ്താൽ മതി. 3aൻ്റെ ഐ കമ്പോണൻറ്റ് 6ഉം ഇവിടെ 0യും. 6 + 0 6i പ്ലസ് 3aൻ്റെ ബി ജെ കമ്പോ ഇവിടെ 9ഉം ഇവിടെ -1ഉം അല്ലേ? 9 - 1 8j പ്ലസ് ഇവിടെ 12ഉം ഇവിടെ 1ഉം ആണ്. 12 + 1 13k. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വെക്റ്റർ, 2 വെക്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ അവരെ ആഡ് ചെയ്യാൻ ഓക്കെയാണ്, സബ്സ്ട്രാക്ട് ചെയ്യണമെങ്കിലും സെയിം ആണ്, സബ്സ്ട്രാക്ട് ചെയ്യാനും ഓക്കെയാണ്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓക്കെയാണ് അല്ലേ? എന്ത് നമ്പർ വേണമെങ്കിലും ആവാം കേട്ടോ, 5 എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെയാണ്, അവരുടെ കോമ്പിനേഷൻ ഓക്കെയാണ്. മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നു? 2 രീതിയിലുണ്ട്. ഒന്ന് ക്രോസ് പ്രൊഡക്റ്റ്, ഓക്കെ, ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റിൽ ഡിറ്റർമിനൻ്റ് ijk എന്നിട്ടിട്ട് എൻ്റെ കമ്പോണൻസ് ബിൻ്റെ കമ്പോണൻസ്, റിസൾട്ടൻ്റ് സാധനത്തിലും ijk ഉണ്ടാവും. ഡോട്ട് പ്രൊഡക്റ്റിൽ എന്താണ്? ijk ഒക്കെ പോവും. ഐൻ്റെ കൂടുതൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ജെൻ്റെ കൂടുതലുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് കെൻ്റെ കൂടുതലുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, വർക്ക് ഡൺ, ക്ലിയർ ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, മൊമെൻറ്റിൻ്റെ ഫോർമുല പഠിച്ചു. മാഗ്നിറ്റ്യൂഡ് ഓഫ് r × f. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം. ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.